ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണി ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ആയാലോ? അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ പൊരിച്ച് മാറ്റി വെക്കാം. കുറച്ച് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പൊരിച്ച് മാറ്റി വെച്ചാൽ തന്നെ ബിരിയാണിയുടെ പകുതി പണി തീർന്നു. ഇനി ആ എണ്ണ തന്നെ ഒഴിച്ച് നമുക്ക് ചിക്കനുള്ള സവാള വഴറ്റിയെടുക്കാം. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഗരം മസാല എല്ലാം ഇട്ടു, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതും കൂടി ചതച്ചത്, സവാള, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് സവാള നന്നായിട്ട് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിലേക്ക് ചിക്കനും കുറച്ച് മല്ലിയിലയും കൂടെ വെച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വറ്റിച്ചെടുക്കുക. ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാറ് വേണ്ട, നല്ലവണ്ണം കുറുകിയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വേവിച്ച് ചിക്കൻ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് ഗരം മസാലയും ഉപ്പും നെയ്യും നാരങ്ങാനീരൊക്കെ ഒഴിച്ച് അരി വേവിച്ചെടുക്കാം. അരി വേവിച്ച് കോരി വെച്ചതിന് ശേഷം ദമ്മിട്ടു. ദമ്മിൻ്റെ പുറത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇട്ടു. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവോളയും പിന്നെ കടച്ചക്കയും മല്ലിയിലയും പുതിനയിലയും പിന്നെ കുറച്ച് എസൻസും കളറും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യും കൂടെ